പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് ഒരിക്കൽ കൂടെ മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കട്ടെ. ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം. ആത്മരക്ഷ മിനിസ്ട്രിയിലൂടെ വചനം കേൾക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ നന്ദിയും സ്നേഹവും ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് ഞാൻ ചിന്തയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നത് സക്കായിയുടെ മാനസാന്തരത്തെക്കുറിച്ച്, രക്ഷയെക്കുറിച്ചാണ് ഞാൻ സംസാരിപ്പാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. അതിനാധാരമായി ലൂക്കോസിന്റെ സുവിശേഷം 19:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ എടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 9-10 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഈ വീട്ടിന് ഇന്ന് രക്ഷ വന്നു എന്ന് യേശു ക്രിസ്തു പറയുന്നു. കാണാതെ പോയതിനെ കണ്ടെത്തുവാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. 19-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ, യെരിഹോ പട്ടണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, പലസ്തീൻ നാട്ടിലെ ഒരു പട്ടണമായിരുന്നു യെരിഹോ പട്ടണം. അതുമാത്രമല്ല, വളരെ ചുങ്കം പിരിവിന് സാധ്യതയുള്ള സ്ഥലമാണ് യെരിഹോ പട്ടണം. അതുമാത്രമല്ല, സക്കായി എന്ന് പറഞ്ഞ പേരിന്റെ അർത്ഥം വിശുദ്ധൻ എന്നാണ്. യഹൂദന്മാരുടെ കണ്ണിലെ ഒരു കരടായിരുന്നു സക്കായി. കാരണം എന്തെന്ന് ചോദിച്ചാൽ, വളരെയധികം ചുങ്കം പിരിച്ച് ജനങ്ങളെ വഴിയാധാരമാക്കി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു സക്കായി ആയിരുന്നത്. എന്നാൽ യഹൂദന്മാരുടെ കണ്ണിലെ കരടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ജനത്തിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു പാപിയായിട്ടാണ് കണ്ടിരുന്നത്. ഈ സക്കായി യേശു ക്രിസ്തു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിക്കുകയാണ്. അവനൊരു ധനാഢ്യനായിരുന്നു, സാമ്പത്തികമായി ഉയർന്ന നിലവാരമുള്ള ഒരു മനുഷ്യൻ. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിശുദ്ധൻ എന്ന പേര് അവനുണ്ടെങ്കിലും നമുക്കറിയാനായിട്ട് കഴിയും, ഇന്ന് എത്രയോ വിശുദ്ധന്മാർക്ക് എടുക്കുന്നു. മത്തായി എന്ന് പറഞ്ഞ പേരുള്ളവരുണ്ട്. അങ്ങനെ പല പേരിലും വേദപുസ്തകത്തിലെ പേരുള്ള അനേകരെ കാണുവാനായിട്ട് കഴിയും. അവരുടെ അവസ്ഥകൾ എന്താണെന്ന് നിങ്ങൾ ശാന്തമായി ചിന്തിക്കണം. മദ്യപാനത്തിനും മറ്റുള്ള മയക്കുമരുന്നുകളും അടിമകളായിട്ട് കിടക്കുന്ന എത്രയോ പേരുള്ളവരെ കാണുവാനായിട്ട് കഴിയും. അങ്ങനെ യഹൂദന്മാരുടെ കണ്ണിലെ കരടായിരുന്ന സക്കായി പാപിയിൽ ഒന്നാമനായിരുന്നു. ആ യേശു കർത്താവ് പാപിയായ ഒരു മനുഷ്യന് രക്ഷ കൊടുക്കുന്ന വേദഭാഗമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ അവൻ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന് പേരുള്ളൊരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ, യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ സക്കായി ശ്രമിച്ചു. ഈ ചാനലിൽ കൂടെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒന്നാമതായിട്ട് പറയാനായിട്ടുള്ളത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയുള്ളവനാണെന്ന് കാണുവാൻ നീ ആഗ്രഹിക്കണം. സിനിമാ ലോകം എടുത്തു നോക്കുമ്പോൾ, ഉദ്ഘാടനത്തിന് വേണ്ടി സിനിമാ നടന്മാരും നടിമാരും കടന്നു വരുമ്പോൾ അവിടെ ജനം തിങ്ങിക്കൂടുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും ദൈവത്തില്. എന്നാൽ യേശു കർത്താവിന്റെ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് അവിടെ നമുക്ക് ആരെയും കാണുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് യേശു കർത്താവ് എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ നാം ആഗ്രഹിക്കണം. എത്രയോ നിരീശ്വരവാദികൾ യേശു ക്രിസ്തു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചെന്ന് അറിയുവാനായിട്ട് കഴിയും. നമുക്കറിയാം, ലോകം കണ്ട പോൾ യോങ്കിച്ചോ നിരീശ്വരവാദിയായിരുന്നു. എന്നാൽ നിരീശ്വരവാദിയായിട്ടുള്ള യോങ്കിച്ചോ യേശു കർത്താവിനെ കണ്ടുമുട്ടുവാനായിട്ടിടയായി. ഇന്ന് 10 ലക്ഷത്തോളം അത് വിശ്വാസികൾ സഭയിലായിരിക്കുന്നു ദൈവത്തിന്റെ പതില്. എത്രയോ പേർ യേശു കർത്താവിനെ കണ്ടുമുട്ടി യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിപ്പാനായിട്ടിടയായി. ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ വളർച്ചയിൽ കുറിയവനാണ്. യേശു യെരിഹോവിന്റെ തെരുവിൽ കൂടെ കടന്നു പോകുമ്പോൾ, ജനം തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോൾ, അത് 8 അടിക്കാരനും 7 അടിക്കാരനും 6 അടിക്കാരനും ദൈവത്തിന്റെ പതില് യെരിഹോവിന്റെ തെരുവിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോൾ, ഈ സക്കായി, ഉയരം കുറഞ്ഞ സക്കായിയെ സംബന്ധിച്ചിടത്തോളം അവൻ യേശുവിനെ കാണുവാനായിട്ട് ആഗ്രഹിച്ച് ആ മതിൽക്കെട്ട് പോലെയുള്ള അതിൻ്റെ ഇടയിൽ കൂടെ അവൻ നോക്കുവാനായിട്ടിടയായി. എന്നാൽ അവന് ജനത്തിന്റെ പെരുപ്പം മൂലം, അവരുടെ ഉയരം മൂലം, ഉയരം കുറഞ്ഞ സക്കായിക്ക് യേശു കർത്താവിനെ കണ്ടുമുട്ടുവാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഈ സക്കായി ദൈവത്തിന്റെ മുന്നിൽ അടുത്തു നിൽക്കുന്ന ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറുവാനായിട്ട് ആഗ്രഹിച്ച് അവൻ കാട്ടത്തിയുടെ മുകളിൽ കയറുവാനായിട്ട് അവൻ ഓടുന്ന ഒരു രംഗമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഞാൻ പറയട്ടെ, നിന്റെ പൊക്കവും വണ്ണവും നോക്കാതെ
ദാവീദിനെ വിളിച്ച് വേർതിരിച്ച് ഇസ്രായേലിനെ രണ്ടാമത്തെ രാജാവാക്കി അഭിഷേകം ചെയ്തതുപോലെ ദൈവത്തിന്റെ പേര് ഒരു സ്വർഗീയ വിളിയുണ്ട് എന്ന് നീ മറന്നു പോകരുത്. ഞാൻ പറഞ്ഞു വന്ന എന്റെ താല്പര്യം എന്തെന്ന് ചോദിച്ചാൽ, യേശു സക്കായിയെ കാണാനായിട്ട് പാടില്ല, യേശുവിനെ സക്കായിക്ക് കാണണം. ഇതാണ് അനേകർ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയിരിക്കുന്നത്? അവരുടെ പാപം മൂലമാണ് ദൈവത്തിന്റെ മുന്നില് യേശുവിനെ കാണുവാനായിട്ട് പലരും ആഗ്രഹിക്കാത്തത്. എന്നാൽ ദൈവത്തിന്റെ മുന്നില് പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന യേശു ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ ശ്രദ്ധിക്കുകയാണ്. ദൈവത്തിന്റെ മുന്നില് നീ യേശു കർത്താവ് വളരെ സ്നേഹിക്കുന്നവനാണ്, എല്ലാവരെക്കാൾ ഉപരിയായി സ്നേഹിക്കുന്നവനാണ് നമ്മുടെ യേശു കർത്താവ്. അവൻ സ്നേഹത്തിന്റെ ഉറവിടമാണ്. അവസാനത്തെ തുള്ളി രക്തവും എനിക്കും നിനക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഊറ്റിത്തന്ന ഈ യേശു കർത്താവിനെ ഒന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് കാട്ടത്തിയുടെ മുകളിലിരിക്കുന്ന സക്കായേ എന്ന് പേർ വിളിച്ചതുപോലെ നിന്നെയും പേർ വിളിപ്പാൻ അവൻ പ്രാപ്തനാണ്. ദൈവത്തിന്റെ പേരിൽ അതേ പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല എന്നാറേ അവൻ മുൻപോട്ട് ഓടി അവനെ കണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി. യേശു കർത്താവിനെ നീ കണ്ടുമുട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ നല്ല ആഗ്രഹങ്ങള് നല്ല അനുഗ്രഹമാക്കി തീർക്കുവാൻ എൻ്റെ യേശു മതിയായവനാണ്. അവൻ ആ വഴിയിലെത്തിയപ്പോൾ ദൈവത്തിന് സ്തോത്രം, എത്രയോ പേരവിടെയുണ്ട്. അവരെ ഒന്നും യേശു കർത്താവ് വിളിച്ചില്ല. പാപികളുടെ ഉറവിടമായ യേശു കർത്താവ് സക്കായേ എന്നൊരു പേർ ചൊല്ലിയൊരു വിളിയുണ്ടായി ദൈവത്തിന്റെ പതില്. വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരു സ്വർഗീയ വിളി അവനെ വിളിച്ചു, ഒരു ദിവ്യ വിളി സക്കായെ വിളിപ്പാനായിട്ടിടയായി. എത്രയോ പേര് യേശു കർത്താവ് വിളിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ പേരില്. പഴയ നിയമം പഠിക്കുമ്പോൾ അബ്രഹാമിനെ വിളിച്ച സ്വർഗത്തിലെ ദൈവം, മോശയെ മുൾപ്പടർപ്പിന്റെ ഉള്ളിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച സ്വർഗത്തിലെ ദൈവം എന്നെയും നിന്നെയും വിളിപ്പാൻ പ്രാപ്തനാണ്. വരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 30 വർഷം മുമ്പ് എന്നെയും അബ്രഹാമേ എന്നൊരു വിളി അവൻ വിളിപ്പാനായിട്ടിടയായി. നീ പാപിയായിട്ട് യേശു കർത്താവിന്റെ അടുത്തേക്ക് കടന്നു വരികയാണെങ്കിൽ പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്നവനാണ് യേശു ക്രിസ്തു എന്ന് നീ മറന്നു പോകരുത്. അത് മാത്രമല്ല, അവൻ യേശു കർത്താവ് ആ സ്ഥലത്തെത്തിയപ്പോൾ സക്കായിയെ വിളിച്ചു ദൈവത്തിന്റെ മുന്നില്. അതൊരു സ്വർഗീയ വിളിയാണ്, അതൊരു ദിവ്യ വിളിയാണ്. ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു കർത്താവ് അവനോട് ഇപ്രകാരം എന്താ പറഞ്ഞു പോയത്? അതൊരു പാപിയുടെ ഭവനത്തിൽ കയറി ചെല്ലുവാനായിട്ട് യേശു കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഒരു നീതിമാനെ രക്ഷിപ്പാനല്ല യേശു കർത്താവ് വന്നത്, മറിച്ച് ഒരു പാപിയെ രക്ഷിപ്പാനാണ്. അവൻ പാപികളുടെ സ്നേഹിതനാണ് ദൈവത്തിന്റെ മുന്നില്. അത് സക്കായിക്ക് വേഗം ഇറങ്ങി വരാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ പുത്രം എന്താ കാര്യം എന്നറിയോ? അവന് സന്തോഷം നിറഞ്ഞു. പണ്ട് ദൈവത്തിന്റെ സ്വത്രന്റെ ചെറുപ്പകാലത്ത് ഞാൻ മങ്ങാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് എൻ്റെ അമ്മ വിളിച്ചു പറഞ്ഞു, ഞാൻ ബാക്ക് സൈഡിൽ പറമ്പിന്റെ ആയിരുന്നു. ആ സാഹചര്യത്തിൽ അമ്മ വിളിച്ചു, മോനെ ബാംഗ്ലൂരിൽ നിന്ന് ചേച്ചി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു സന്തോഷമുണ്ടായി. ഞാൻ മാവിൻ്റെ മുകളിൽ കയറിയിരിക്കുകയായിരുന്നു. കയറിയതുപോലെ എനിക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. എന്താ കാര്യം എന്നറിയോ? ഒരു സന്തോഷം ഈ ലോകപരമായിട്ട് ഉണ്ടായെങ്കിലും ഇന്ന് യേശു കർത്താവ് വിളിച്ചു കഴിഞ്ഞാൽ അവൻ എനിക്ക് സന്തോഷം തരും, അവൻ നിന്നെ നീതീകരിക്കും, അവൻ നിന്നെ പുത്തൻ സൃഷ്ടിയാക്കി മാറ്റും. ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി, സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. അവൻ ബന്ധപ്പെട്ടിറങ്ങി. അത് കയറിയതുപോലെ ഇറങ്ങാൻ കഴിഞ്ഞില്ല. കാരണം യേശു കർത്താവ് അവന്റെ ഹൃദയത്തിന്റെ അകത്ത് സന്തോഷം കൊടുത്തു. യേശു കർത്താവിനെ നീതീകരിക്കാൻ ദൈവത്തിന്റെ കൂടെ ചെയ്യുന്നത്, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം കൊടുക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനോട് ഇടപെടുവാനായിട്ടിടയായി. അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് അനേകരെ പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന യേശു കർത്താവിന്റെ ഭവനത്തിലേക്ക് യേശു കർത്താവ് പോകുക. അതെ, ആ സക്കായിയുടെ ഭവനത്തിലേക്ക് യേശു കർത്താവ് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സക്കായി ഇപ്രകാരം പറഞ്ഞു, സക്കായി ഒന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. അത് വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് ഞാൻ മടക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. അവൻ എന്തുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞത്? ന്യായപ്രമാണം വ്യക്തമായി അരച്ചു കലക്കി കുടിക്കിയ സക്കായിക്ക് വ്യക്തമായിട്ട് അറിയാം ദൈവത്തിന് സ്തോത്രം. അത് പകുതി കൊടുക്കണമെന്ന് വ്യക്തമായിട്ട് സക്കായി ന്യായപ്രമാണത്തിൽ അറിയാം ദൈവത്തിന്റെ പേരിൽ. അതുകൊണ്ടാണ് പിശുക്കനായ ധനാഢ്യനായ ആ മനുഷ്യൻ ദൈവത്തിന്റെ പേരിൽ പാതി കർത്താവിന് കൊടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ യേശു കർത്താവ് അവനെ നോക്കി ഇപ്രകാരം പറഞ്ഞു, ചിരിച്ചും കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ന്യായപ്രമാണം കൃത്യമായിട്ട് അറിയാവുന്ന സക്കായേ, അതുകൊണ്ട് ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ നിന്റെ വീട്ടിന് ഇന്ന് രക്ഷ വന്നു. യേശു കർത്താവിനെ ഒരു വ്യക്തി ഭവനത്തിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവന്റെ ഭവനം മുഴുവൻ രക്ഷിക്കപ്പെടുമെന്നുള്ളതിൽ
യാതൊരു സംശയമില്ല. നോഹയെ സംബന്ധിച്ചിടത്തോളം നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചെങ്കിൽ ആ കുടുംബം മുഴുവൻ പെട്ടകത്തിനകത്ത് കയറി രക്ഷ പ്രാപിച്ചതുപോലെ കുടുംബം മുഴുവൻ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ എൻ്റെ യേശു കർത്താവ് മതിയായവനാണ്. വേദപുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നതിന്റെ 10-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. വളരെ ശ്രദ്ധേയമായ വാക്യമാണ്. മനുഷ്യപുത്രൻ വന്നത് കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നത് ഒരു കാര്യം നീ ഓർത്തോളം, അവൻ പാപികളെ രക്ഷിപ്പാനാണ്. അതേ സ്വർഗത്തിലെ സകല മഹിമയും വെടിഞ്ഞ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്തമായിട്ട് അവസാനത്തെ തുള്ളി രക്തം ഊറ്റിത്തന്നത് അവൻ നമ്മെ വീണ്ടെടുക്കുവാനാ, നമ്മെ രക്ഷിക്കുവാനാ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ നീ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നീ എത്ര പാപിയായാലും, നിന്റെ പാപങ്ങൾ രക്താംബരം പോലെ ചുമപ്പായിരുന്നാലും, നിന്റെ പാപങ്ങൾ ഹിമം പോലെ വെളുപ്പിച്ചു തരുവാൻ യേശു കർത്താവ് പ്രാപ്തനാണെന്ന് യെശയ്യാപ്രവചനത്തിൽ വ്യക്തമായിട്ട് കാണുന്നു 1-ാം അധ്യായത്തിൽ. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ആ രക്തത്താൽ വിടുതലുണ്ട് ദൈവത്തിന്റെ ബദലിൽ. ഇന്ന് നീ ഏൽപ്പിച്ചു കൊടുക്കുമോ? ഇന്ന് നീ ഏൽപ്പിച്ചു കൊടുക്കുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, യേശു അത്ഭുതകരമായി വിടുവിച്ച് നിത്യസ്വർഗരാജ്യത്തിന്റെ അവകാശിയാക്കി മാറ്റും. ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഇന്നൊരു രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മൾ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ പേരിൽ നമുക്കൊരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കരുണാസമ്പന്നനായ കർത്താവേ, നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഈ വീട്ടിന് രക്ഷ വന്നു എന്ന് പറഞ്ഞ കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ആ പാപിയായ സക്കായിയെ കണ്ട് ഇന്ന് കർത്താവേ, ചിലരെ ഈ ശബ്ദം കേട്ടിട്ട്, ഈ വചനം കേട്ടിട്ട് അനേകരെ വിളിപ്പാൻ തക്കവണ്ണം നീ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല എന്ന് തിരുവചനം വ്യക്തമായി പറയുമ്പോൾ ദൈവത്തിന്റെ പൈതല്, അത് ഇന്ന് ഈ സമയം കർത്താവേ, നിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ തക്കവണ്ണം സകല മക്കളെ നീ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തു മരിച്ചു, അടക്കം ചെയ്ത് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കരകയറിയതുപോലെ നന്ദിയോടെ സ്തോത്രം. അനേകർക്ക് കർത്താവെ ഉയർപ്പിന്റെ ശക്തി വ്യാപരിച്ചിട്ട് ഇന്ന് മുന്നേക്കുമായിട്ടുള്ള നിത്യത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം അവിടെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാനായിട്ടുള്ള എല്ലാ മുഖാന്തരത്തെയും സ്വർഗത്തിലെ യേശു കർത്താവെ നീ ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ക്രിസ്തുവിനെ വായിക്കൊണ്ട് ഏറ്റുപറയുകയും ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന് തിരുവചനം വ്യക്തമായിട്ട് പറയുന്നു. പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുമോ? പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുമോ? ഇന്ന് ഈ സമയം അനേകർക്ക് നീ രൂപാന്തരം കൊടുത്തതിനായി നന്ദി. യേശുവിൻ രക്ഷിതാവും കർത്താവുമായി അനേകർ കർത്താവ് വചനം കേട്ട് രക്ഷിക്കപ്പെട്ടതായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അവരെ തെറ്റിപ്പോകാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം. നിങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മാനും മൗത്ത് അറക്കപ്പെട്ട കുഞ്ഞാടെടുത്താട്ടെ. പ്രാർത്ഥന കേട്ടുള്ള സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.